മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമിയാണ്, അതെ, ശനിയാഴ്ച മാർച്ച് 25 മാതൃഭൂമിയിൽ കേട്ടതും കേൾക്കേണ്ടതും എന്ന് പറഞ്ഞ നല്ല ഒരു സെക്ഷൻ ഉണ്ട്. ഓരോരുത്തരുടെ കൊട്ടേഷനാണ്. അതില് ഗംഭീരമായിട്ട് ജോൺ ബ്രിട്ടാസിന്റെ ഒരു കൊട്ടേഷനുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളിലാണ് മാധ്യമ ലോകം അഭിരമിക്കാറുള്ളത്. ഇതൊന്നും ലോകത്തിന്റെ ഒരു കോണിലും യാഥാർത്ഥ്യമായ കാര്യമല്ല, ഒരിക്കലും സാധ്യമാവുകയുമില്ല. ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനം എന്നൊരു ലക്ഷ്യമെങ്കിലും സാധിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും വലിയ കാര്യം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതും ജുഡീഷ്യറി എന്ന് പറയുന്നതും ബ്യൂറോക്രസി എന്ന് പറയുന്നതും 1, 2, 3 എസ്റ്റേറ്റുകളാണ്. 4ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് മീഡിയ, പബ്ലിക്കേഷൻസും എല്ലാം. ഞാനും ജേർണലിസത്തിൽ ഡിഗ്രി എടുത്തിരിക്കുന്നതാണ്. ആ ജേർണലിസത്തിൽ നല്ല രീതിയിൽ ഡിഗ്രി എടുത്തു. ജേർണലിസത്തിൽ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 148ഓളം പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പല പുസ്തകങ്ങൾക്കും അവാർഡും കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ജോൺ ബ്രിട്ടാസിന് ഇങ്ങനൊരു വരി പറയാൻ വല്ല അർഹതയുമുണ്ടോ? യഥാർത്ഥത്തില് കുറേ നോക്കുക, മാതൃഭൂമിയിലെ കുറേ ദിവസത്തെ എഡിറ്റോറിയൽ, മനോരമയിലെ വാർത്തകളും എഡിറ്റോറിയലും ഗവൺമെന്റ് ചെയ്യുന്ന നന്മകളെ അക്കമിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെന്റ് ചെയ്യുന്ന തിന്മകളെ വാർത്തയായും എഡിറ്റോറിയലായും അക്കമിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ നിരന്തരം വായിക്കുന്ന മാതൃഭൂമിയും ഇടയ്ക്ക് വായിക്കുന്ന മനോരമയും മറ്റു പലരും. ഏഷ്യാനെറ്റ് നോക്കുക, വിനു ജോൺ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെയുള്ള കുറെ ആങ്കർ ചെയ്യുന്നവര് ശരിക്കും ഗവൺമെന്റിന്റെ തെറ്റുകളെ അക്ഷരാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുകയും നന്മകളുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പൊ ഈ 4ാമത്തെ തൂണ് എന്ന് പറയണമെങ്കിൽ പത്രമാധ്യമങ്ങള് ഏതാണ്ടൊക്കെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. അതിന് പ്രത്യക്ഷമായിട്ടുള്ള അനുഭവമാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോർപ്പറേഷൻ കാണിച്ച ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തന ശൈലിക്ക് എന്ത് ഗംഭീരമായിട്ടാണ് മാതൃഭൂമി അതിനെ റിപ്പോർട്ട് ചെയ്തത്. നന്മകളെ നന്മകളും തിന്മകളെ തിന്മകളുമായിട്ട് കാണിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് 4th എസ്റ്റേറ്റ് ആയിരിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. പക്ഷേ ഈ അച്ഛന്മാര് ഉണ്ടാക്കുന്ന ദിവ്യഗർഭം കണ്ടുകൊണ്ടും ഒന്നും മിണ്ടാത്ത ജോൺ ബ്രിട്ടാസിനെ പോലെ ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കേണ്ട അച്ഛന്മാര് ഇദ്ദേഹം ഉപദേഷ്ടാവായിട്ട് വർക്ക് ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ നെയ്യാറ്റിൻകരയിലുള്ളപ്പോ ആ അച്ഛന്മാരെ ചെന്ന് കണ്ട് ഇന്റർവ്യൂ നടത്താതെ കൊട്ടാരക്കരയില് സെമിനാരിയില് അച്ഛന്മാരാകാൻ പോകുന്ന, പാതിരിമാരാവാൻ പോകുന്നവർക്ക്, കപ്പ്യാർമാരാവാൻ പോകുന്നവരെ പോലും ലൈംഗികമായി പീഡിപ്പിച്ച വ്യക്തിയെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ബിഷപ്പുമാരെയും അല്ലാത്തവരെയും ഇന്റർവ്യൂ നടത്താതെ ഇവിടെ കൊട്ടിയൂര് കണ്ണൂര് നടന്നിരിക്കുന്ന ഹീനകൃത്യം അതിനെക്കുറിച്ച് കൂടി ഒന്ന് പ്രസിദ്ധീകരിക്കാമായിരുന്നില്ലേ ജോൺ ബ്രിട്ടാസിന്? എത്രയോ കാലം അമൃതാനന്ദമയുടെ കീഴിൽ വർക്ക് ചെയ്ത് അമ്മയെക്കുറിച്ച് സമുജ്വലമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയ ആ സ്ത്രീ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്ക്രൂ കൊണ്ട് അവര് മിയാമിയിൽ ചെന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടത് ഇല്ലാത്തത് പലതും അവരെ കൊണ്ട് എഴുതിപ്പിച്ച് അവർക്ക് പൈസ കൊടുത്ത സൈക്കാട്രിക് അനാലിസിസിലൂടെ അവരെഴുതിയ പുസ്തകത്തിനെ അനലൈസ് ചെയ്യാൻ ജോൺ ബ്രിട്ടാസിനെ പോലെ ഹാർവാർഡിൽ നിന്ന് PhD എടുത്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ MBA എടുത്തു എന്ന് പറയുന്ന വ്യക്തി
അവിടെ ചെന്ന് 10,000-കണക്കിന് രൂപ ചെലവഴിച്ച് ആ സ്ത്രീയെ ഇന്റർവ്യൂ നടത്തിയിട്ട് അമൃതാനന്ദമയ്യെ കരിതേക്കാൻ മുമ്പോട്ട് വന്ന നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ ആ പ്രവർത്തനമാണോ ഉത്തരവാദിത്വമുള്ള പത്രപ്രവർത്തനം? അതെങ്കിലും നടത്തണമെന്ന് പറയുന്നത്. അങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇത്രയും മുസ്ലിങ്ങളുടെ യത്തീംഖാനയിൽ നടക്കുന്ന ഈ നീചമായിട്ടുള്ള സെക്ഷുവൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെടാതിരുന്നില്ലേ? ഒരെണ്ണമെങ്കിലും അമൃതാനന്ദമയ്യ അവഹേളിച്ചതുപോലെ ഞാൻ എല്ലാ മതത്തിനെയും ഒരേപോലെ കാണുന്നു എന്നൊന്ന് പറയാതിരുന്നില്ലേ? എത്ര അച്ഛന്മാരുടെ ലിസ്റ്റാ കൂട്ടൂരും സ്റ്റെഫിയും. ഇനി ലിസ്റ്റ് വേണമെങ്കിൽ ജസ്മി എഴുതിയ ആമയൻ എന്ന പുസ്തകം നോക്കിയാൽ മതിയല്ലോ. എന്ത് ഗംഭീരമായിട്ട് ലിസ്റ്റ് കയ്യിൽ കിട്ടും. എന്തേ അതൊന്നും നോക്കാത്തത്? പിന്നെ ശരിക്ക് ആരോ പറഞ്ഞതുപോലെ വേശ്യ സദാചാരത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നു എന്നൊരു വരി കേൾക്കുന്നുണ്ട്. അധർമ്മം മാത്രം ചെയ്യുന്ന, കള്ളന്തരം ചെയ്യുന്നവനും കള്ളക്കടത്ത് ചെയ്യുന്നവനൊക്കെ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ഇതൊക്കെ എവിടേക്കോ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു MBAയും ലോ അക്കാഡമിയിൽ നിന്നാണെന്ന് തോന്നുന്നു ലോ എടുത്തത്. എവിടെന്നാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മതത്തിനോടും ഒരേപോലെ പെരുമാറായിരുന്നില്ലേ? ഇപ്പൊ പലരും നിങ്ങളെ വിളിക്കുന്നത് തന്നെ ഫാദർ ജോൺ ബ്രിട്ടാസ് എന്നാണ്. എന്ത്? ഗോവിന്ദപിള്ള ഏതോ ഒരു മനോരക കാലഘട്ടത്തിൽ എഴുതിയൊരു പുസ്തകത്തിൽ ഒരു വരിയെടുത്ത് ഇവിടെ ക്രിസ്ത്യാനികളാണ് ആദ്യം ഉണ്ടാക്കി വന്നത് എന്നങ്ങോട്ട് പറയുകയും അത് ക്രിസ്ത്യാനികൾ ഇന്ന് വരെ വിചാരിച്ചിരുന്നതിന് മൊത്തം എതിരാവുകയും ചെയ്തപ്പോ സെന്റ് തോമസ് ഇവിടെ വന്നു എന്നും 8 നമ്പൂതിരി കുടുംബങ്ങളെ മാറ്റിയെന്നും 8 ക്ഷേത്രങ്ങൾ മാറ്റി പള്ളികളാക്കിയെന്ന് പറയുമ്പോൾ ഇവിടെ നമ്പൂതിരിമാർ ആദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ വരിക? പി ഗോവിന്ദപിള്ളയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ബുദ്ധിജീവിയുടെ കാറ്റഗറിയിൽ ഒരു സമ്മാനവും കിട്ടാതെ ജീവിച്ചാകാം. പക്ഷെ ബ്രിട്ടാസ് എന്തിനാ അതെടുക്കാൻ പോയത്? ഇവിടുത്തെ ശരിക്ക് ചരിത്രം പഠിച്ചൂടെ? പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഉപദേഷ്ടാവിന്റെ ജോലി എന്താ ഉള്ളത്? വല്ല ഫോൺ വിളിച്ചിട്ട് വല്ല ചോദിച്ചു ഞാൻ ഉത്തരം പറയണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ജേർണലിസം ചെയ്യാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ഭുതത്തോടു കൂടി അങ്ങയെ ഞാൻ കൈകൂപ്പുന്നു. ബ്രിട്ടാസേ പ്രണാമം, നമസ്കാരം.